പുതിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്ന മാഡ് ഔട്ട് 2 എന്ന് പറഞ്ഞ ഗെയിമാണ്. ഓക്കെ ഗൈസ്, നമ്മൾ മുമ്പ് ഒരു വീഡിയോ കാലിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. മാഡ് ഔട്ട് 2നെ കുറിച്ച് ഞാൻ വിശദമായിട്ട് അറിഞ്ഞപ്പോഴാണ് ഗൈസ് നമ്മുടെ തൊട്ടപ്പുറമുള്ള വീട്ടിൽ പ്രേതവാദം ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കിയത്. ആർക്കും അറിയാത്തൊരു കാര്യമൊക്കെ. അപ്പോൾ ഇതേപോലത്തുള്ള വീഡിയോയ്ക്ക് സപ്പോർട്ടൊക്കെ ചെയ്യാൻ നിങ്ങൾ സപ്പോർട്ട് നല്ലതൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് ഇതേപോലത്തെ വല്ല കിടക്കാച്ച വീഡിയോസ് ഈ വീട്ടിലല്ല പ്രേതവാദമുള്ള ഈ വണ്ടിക്കകത്താണ്. എനിക്ക് തോന്നുന്ന പുള്ളിക്കാരനായത് ഒരു വണ്ടിപ്രാന്തനായിരുന്നു. ഇങ്ങനെയൊക്കെ വന്നുകൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെയാണ് സംഭവിച്ചത്. വണ്ടി നിർത്തിയപ്പോഴത്തേനും പുള്ളിക്കാരൻ ഇച്ചിരി ബാങ്കുകളൊക്കെ അടിച്ചിട്ടാണെന്ന് തോന്നുന്നു. ഈ വണ്ടിയിൽ വെള്ളം എന്തായാലും ഇതൊരു മറ്റേ ഇതാണ് കണ്ടിട്ട് തോന്നണത്. അപ്പോൾ ഇതൊന്നും അല്ല ഗൈസ്, ഇതിനകത്തുള്ള ക്രീച്ചർ ഇങ്ങനെല്ലാം ഇരിക്കണേ. നമ്മളിപ്പോൾ ഇതിൻ്റെ അടുത്തോട്ടേക്ക് ഇങ്ങനെല്ലാം പോവുകയാണെങ്കിൽ അവൻ സമ്മതിക്കൂല ഗൈസ്. കണ്ടോ ഗൈസ്, ചിലപ്പോൾ നമ്മൾ ഡെഡ് ആവാനുള്ള സാധ്യത വരുന്നുണ്ട്. എങ്ങനെ ഗൈസ്, ഇതിനകത്ത് ടച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ആത്മാവ് വന്നിട്ട് നമ്മൾ കില്ല് ചെയ്യാൻ കഴിയും. ഒക്കെ ഒരു പോലീസ് വണ്ടി ഇങ്ങനെ എന്നെ അടിച്ചിട്ടുണ്ട്. ഇതേ സ്ഥലത്ത് തന്നെയാണ് ഗൈസ് നമുക്കും വരേണ്ടത്. നമുക്ക് ഗൈസ് ഈ എക്സ് ക്രോസിലെ നമുക്ക് ഇത് ചോരയും കൊണ്ടാണ് ഗൈസ് ഈ എക്സ് ക്രോസും എല്ലാം വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ഈ ബിൽഡിങ്ങും കാര്യങ്ങളും നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതും ഏകദേശം ഒരു സ്കെയറി ക്രീച്ചറാണ്. അതിൻ്റെ തൊട്ടടുത്തും ഒരു തരം സ്കെയറി ക്രീച്ചർ ഉണ്ട് ഗൈസ്. ഇതും അതും തമ്മിൽ സെയിം ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അറിഞ്ഞുകൂടും സത്യം പറഞ്ഞാൽ. എന്തായാലും നോക്കുക ഗൈസ്, ബ്ലഡാണ് ഇതിനകത്ത് ഒഴുകുന്നത് കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി നമുക്ക് ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ ഇവിടെ അതേപോലെ തന്നെ വേറൊരു സ്റ്റാച്ചു ഉണ്ട്. പക്ഷേ ഇതല്ല ഗൈസ് മെയിനായിട്ടുള്ള സ്റ്റാച്ചു. ഇനിയും ഇതല്ല, അതിൻ്റെ അപ്പുറം ഒരു സ്റ്റാച്ചു ഉണ്ട്. ഇതാണ് മെയിൻ സ്റ്റാച്ചു. ഡെത്ത് എന്നും പറഞ്ഞുകൊണ്ടൊക്കെ കാണിക്കും ഗൈസ്. ഇവിടെ സത്യം പറഞ്ഞാൽ ഡെത്ത് എന്നും പറഞ്ഞുണ്ടായിരുന്നു. ഗൈസ് ഡെത്ത് എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ തലയിൽ അമ്പ് കറക്കണ രീതിയിലാണ് ഉള്ളത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ഇതേ സാധനം തന്നെ ഒന്ന് കോപ്പി പേസ്റ്റ് ആയിട്ട് നോക്കി നോക്കാം. അപ്പോൾ എന്താവും എങ്ങനെയാവുന്നൊന്നും ഒരു വീഡിയോയും കാണൂല ഗൈസ്. എന്നും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്താനൊന്നും നമ്മൾ പോകണില്ല. എന്തായാലും അങ്ങനെ ഒന്നും പറ്റൂല ഗൈസ്. ഇനിയും സ്കെയറി ക്രീച്ചർ ഈ ഗെയിമിൽ കാണുമായിരിക്കും ഗൈസ്. അപ്പോൾ അതിനൊക്കെ വേണ്ടി എല്ലാവരും ഈ ചാനലൊക്കെ ഒന്ന് ഫോളോ ചെയ്തെങ്കിലും വയ്ക്കുക. ഇതിനകത്തുനിന്ന് തന്നെ ഗോസ്റ്റ് ഉണ്ടെന്ന് പറയുമ്പോഴാണ് ഗൈസ് നമുക്ക് ഇച്ചിരി സ്കെയറിങ് എല്ലാം വരുന്നത്. കാരണം നിങ്ങൾക്കറിയാം ഗൈസ്, ഏതെങ്കിലും ഒരു വണ്ടി നമ്മൾ അങ്ങനെ പോയി കയറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ അത്രയും ഡാമേജ് ഇപ്പോൾ ഒരു വണ്ടി ഇടിച്ചാൽ പോലും അത്രയും ഡാമേജ് ഇങ്ങനെ കയറില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം അവിടെ ഒരു ഗോസ്റ്റ് ഉണ്ടെന്നല്ലേ ഗൈസ്? അല്ലേ? ഇത് മറ്റേ GTA ക്യാരക്ടറല്ലേ? എന്തെങ്കിലും ആട്ടെ ഗൈസ്. ഇനി അടുത്തത് ഈ സ്ഥലമാണ്. ഈ സ്ഥലത്തിൽ എല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ ഇതാണ് ഗൈസ്. സത്യം പറയാം, ഞാൻ എൻ്റെ അമ്മയാണ് ഈ സത്യം പറയാം. ഞാൻ മുമ്പേ അവിടെ കണ്ടപ്പോൾ ഡെത്ത് എന്ന് പറഞ്ഞാൽ കൊടുത്തേക്കണേ. പിന്നെ ഞാൻ വന്ന് നോക്കുമ്പോൾ ഇപ്പോൾ ഞാൻ തലയിൽ അമ്പ് കറച്ച് തൊട്ട് ഫോട്ടോ ആയതാണ് സത്യം. നമുക്ക് അടുത്തൊരു പ്രാവശ്യം ഒന്ന് ചേഞ്ച് ചെയ്ത് ഇങ്ങനെ നോക്കി നോക്കാം. എന്നിട്ട് എങ്ങനെയാവുമെന്നൊന്നും അറിഞ്ഞുകൂടാ ഗൈസ്. ഈ ബിൽഡിങ് കുറേ നാളായിട്ട് നിർത്തിയൊരു ബിൽഡിങ്ങും കാര്യങ്ങളാണ്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ഇങ്ങനെയൊന്നും നോക്കണമെങ്കിൽ നമുക്ക് മറ്റേ ഇതെടുക്കാം ഗൈസ്. ഇതെടുത്തിട്ട് നമുക്ക് ഏം ചെയ്ത് ഇങ്ങനെ വായിക്കാം. അപ്പോൾ അതിൻ്റെ സാധനമൊക്കെയാണ് ഗൈസ് കൊടുത്തേക്കണേ. ഓക്കെ ഗൈസ്, ഇവിടെ എന്തൊക്കെയോ പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഗൈസ് ഇവിടെ എയർപ്ലെയിൻ ഏതാണ്ട് വന്ന് ഇടിച്ചതാണെന്ന് തോന്നുന്നു. അപ്പോൾ അവിടെ എയർപ്ലെയിനാണോ എന്താണെന്നൊന്നും ഒരു പിടിയില്ല. എന്തായാലും അവിടെ ഒരു സ്റ്റാച്ചു ഉണ്ട് ഗൈസ്. ഇതൊക്കെ കുറേ നാൾ നിർത്തിയ ബിൽഡിങ്സാണ്. അതിനകത്തൊക്കെ ഭയങ്കര സ്കെയറി ക്രീച്ചറും നല്ലതൊക്കെ കിടപ്പുണ്ട്. പിന്നെ ഇത് റേസിംഗാണ്. റേസിംഗല്ല ഇപ്പോൾ നമ്മുടെ പ്രധാന കാര്യം. മുമ്പ് ഇടിച്ച പോലീസിനൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ഒറ്റ ഒരു ആവശ്യമില്ല ഗൈസ്. അതെന്താണെന്നറിയോ, നമ്മുടെ പണി ആ പോലീസ് എളുപ്പമാക്കുകയാണ് ഗൈസ് ചെയ്തത്. കാരണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എളുപ്പമാക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മറ്റേ ശരിക്കും പറഞ്ഞാൽ മരിച്ചിട്ട് അങ്ങോട്ടേക്ക് ചെല്ലണമെന്നും ഗൈസ്. എന്നാൽ മാത്രമാണ് നമുക്ക് ആ സ്കെയറി ക്രീച്ചർ കാണാനായിട്ട് പറ്റുന്നുണ്ടാകുള്ളൂ. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ തന്നെ അറിയാം, പെയിൻ്റ് ആണെങ്കിലും പെയിൻ്റ് അല്ല, അത് സത്യം പറഞ്ഞാൽ ചോരയാണ്. അത് ഒഴുകുന്നതിൻ്റെ പോലെ പാടുന്നെല്ലാം ഉണ്ട് ഗൈസ്. അപ്പോൾ ഇത്രയും സ്കെയറി ക്രീച്ചർ പറഞ്ഞാൽ ഒരു ലൈക്ക് സബ്സ്ക്രൈബ് അത്രയും മതി ഗൈസ്. അത്രയെങ്കിലും ചെയ്ത് തരുവാണെങ്കിൽ നമുക്ക് വലിയ സൗകര്യമായിരുന്നു ഗൈസ്. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ. ഇനി സ്കെയറി ക്രീച്ചറിൻ്റെ വീഡിയോ വരും. അപ്പോൾ അടുത്തൊരു വീഡിയോ